വെറുതെ ഓടി വന്ന് നിന്ന് 3 മണിക്കൂറോളം നിന്നിട്ട് വല്ല കിട്ടിയാ ഇവിടുന്ന് വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിൽ വന്നതാണ് നാണമില്ലാണ്ട്. എന്തായാലും അവരോട് എന്തെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ. ഇത്രയൊന്നും നമ്മുടെ സമയം പോയതാണ്. എന്തെങ്കിലും വാങ്ങിക്കണം, ആരെങ്കിലും മേടിക്കണം. അയാളോട് നമുക്കറിയാമോ? പിന്നെ ഒരു കാര്യത്തിന് വന്നതാ. ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും എന്നെ ഇനി വിളിക്കണ്ട. ഞാൻ വരും. ആളുകളെ കാണാന്നല്ലോ. മൊയ്തുക്ക പറഞ്ഞിട്ട് വിളിക്കണാണ്. മൊയ്തുക്ക എന്നെ വിട്ടിട്ട് ആട്ടിൽ വിളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയായിരുന്നു. അവരത് തന്നതാണ്. അമ്മ ആദ്യം കറക്റ്റ് ടൈമിലാവും വന്ന് ഭയങ്കര ഒച്ചപ്പാടും വേളായി ആടിനെ പിടിക്കുമ്പോൾ ഇടങ്ങേറാവുക. ഇടങ്ങേറെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഒരു പണി ചെയ്താൽ മതി. അവിടെ പോയിട്ട് നയത്തിലും കഞ്ചത്തിലും മകനെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. മകൻ പുറത്തോട്ട് ചാടാത്ത രീതിയിൽ അവിടെ ഉണ്ടോ നോക്കണം. മകൻ ഉണ്ടെങ്കിൽ ഒന്നും നടക്കൂല. തള്ള മാത്രം അനങ്ങി പോയി സംഭവം സംസാരിക്കുക, പതുക്കെ കൊണ്ടുപോകും. അവർക്ക് 2-3 മക്കളുണ്ടോ? ഏത് മോനാണ് നിങ്ങൾ കണ്ടത്? അന്ന് കണ്ടത് മൂത്താളാണ്. മക്കളുണ്ടല്ല, അതിൽ ആരാണ് ഈ പറഞ്ഞ പോലെ അതാ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള അറിയോ അവനെ? അതെനിക്കറിയാം, അതേ എനിക്ക് അറിയാവുള്ളൂ. മറ്റുള്ളവരെയൊന്നും എനിക്ക് വലിയ അടുപ്പമില്ല. ഇത് ആള് അവരെ ഇച്ചിരി അടിപിടിയും ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉള്ള ഒരാളാണ്. LDSനൊക്കെ പോകുന്ന ഒരു ടീമാണ്. അപ്പൊ ഞങ്ങൾ സമയത്ത് അവനവിടെ കണ്ട് കറക്റ്റ് സ്കൂളിൽ ഞങ്ങള് ജോയിന്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. കൈ വയ്ക്കുന്നത് ഞാൻ വിചാരിച്ചേ, എന്തോ ഭാഗ്യത്തിന് കൈ വെച്ചില്ല. ഐക്യുണ്ടായ കാരണം കൊണ്ടാന്ന് തോന്നുന്നു. ഐക്ക പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങിത്തിരിച്ചത്. നമുക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ആടിനെ വാങ്ങുന്നത്? അതിന് വാങ്ങുന്നത് ആ മൊയ്തുക്ക് ഞാനും കൂടി ഇവിടെ വന്ന് ഇതിനെ മേടിച്ചു വിടം വരെ എത്തിച്ചതാണ്. അപ്പൊ ആ ചെക്കൻ കാരണം കൊണ്ട് അത് അലച്ചിപ്പോയി. അത് ഞങ്ങൾ അടിച്ചു ഓടിച്ചു. അടിക്കാൻ വേണ്ടി അമ്മ മറ്റേ വടി തിരിച്ചുകൊണ്ട് പിന്നാലെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ മൊയ്തുക്ക പറഞ്ഞു ആടിന് എങ്ങനെ ഇത് തരപ്പെടുത്ത് തന്നെ ആരെങ്കിലും അറക്കാൻ വേണ്ടി തന്നെയല്ലേ. നമ്മളതുപോലെ കാണേണ്ട രീതിയിൽ കാണണം. നമ്മളെ ആടിനെ വാങ്ങിത്തരാം. അതൊക്കെ ചെയ്യാം. എന്താ നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്? 2000 രൂപ തട്ട്. എന്തായാലും അതിനുള്ള കഷ്ടപ്പാടുണ്ടല്ല. 2000 രൂപ കിട്ടുമോന്നല്ല. ആടിനെ കൊണ്ട് ശരിയാണ്. ഒരു 1000 രൂപ ഒപ്പിച്ചുതരാം ഞാൻ പറഞ്ഞിട്ട്. വലിയ മെനക്കടൊന്നുമില്ല. അവിടെ പോവാ, ആടിനെ കച്ചവടം പറഞ്ഞ് ഉറപ്പിക്കുക. നിങ്ങൾക്ക് വേറെ പണിയില്ലോ. നിങ്ങൾ ഞാൻ വിളിച്ചു വരുത്തി വന്ന് നിങ്ങൾ ഇവിടുന്ന് കാശ് വേറെ 1500. അതിലും കുറച്ചില്ലേ? 1500 സമ്മതിക്കും. ഞാൻ സംസാരിക്കാൻ പറയാൻ പറഞ്ഞാണല്ലോ. നിങ്ങൾ ഏതാണ് ആട്? ഇപ്പൊ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളവിടെ കറുത്ത മുട്ടനാടുണ്ട്. കറുത്ത മുട്ടനാട് അതിനെയാണ് നമ്മൾ സൈസ് ആയിട്ട്. അപ്പൊ അതിനെ തന്നെ അപ്പൊ എങ്ങനെയായാലും അന്ന് പറഞ്ഞു തരുന്നത് ഒരു 1000 രൂപ കുറച്ച് പറയാം. പറഞ്ഞതിനേക്കാളും കുറച്ച് അവരെന്തായാലും തരൂല. അതല്ല, നമ്മളൊന്ന് സംസാരിച്ചു നോക്കാം. ഇപ്പൊ മൂത്ത ചെക്കൻ അവിടെ ഉണ്ടെങ്കിൽ അവരൊരു പാവാണ്. ഇച്ചിരി അവധൂത്ര 10,500 രൂപ കമ്മീഷൻ മേടിച്ചിരുന്ന അവരുടെയാണല്ലോ. നമ്മൾ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെല്ലുക. പറ്റ സ്പീഡായി അപ്പൊ ഞാനൊരു വണ്ടി വിളിച്ചിട്ട് വരാം. വണ്ടി ഏരിയ കൊണ്ടാല അതേ. ഞങ്ങള് ഒരു 14 രൂപയാണ് അവർ പറഞ്ഞു. ഞങ്ങൾ വെച്ച് കുറയ്ക്കാന്ന് വെച്ചിട്ട് അത് കുറച്ചില്ലായിരുന്നു. 15 രൂപ 16 രൂപ കിട്ടും നാടാന്ന് അവർ പറഞ്ഞു. ഇപ്പൊ എത്ര വരെ ഞങ്ങൾക്ക് പറയാം? ലാസ്റ്റ് ഞങ്ങള് പൈസ പറഞ്ഞിട്ട് 13 രൂപ 14 വാങ്ങിക്കാവോ? ഒരു 13,500 വരെ പിടിക്കും. 14 മേടിച്ചിട്ട് പോവാം. പറഞ്ഞാൽ മതി. ഇനിയിപ്പോ അത് ഞങ്ങൾ അതിലേ പിടിക്കുള്ളൂ. അതിൽ കൂടുതൽ അവര് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കേണ്ട പോലും. കാര്യം ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കിട്ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറ്റി മേടിക്കാം.
എന്തെങ്കിലും ഉണ്ടാ പറയാൻ ഇനി അതിന്റെ മുന്നിൽ വേറെ അതിന്റെ വില പറയണ്ട. 14 രൂപ തന്നെ മേടിച്ചാൽ മതി. ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ എന്തായാലും ഇവിടെ വെക്കാം. ചെല്ലുന്നേ സംസാരിച്ചു നോക്ക്. സംസാരിക്കൊന്നുമില്ല. എന്തായാലും അത് ഞങ്ങളിപ്പോ 13 പറയത്തുള്ളു. പിന്നെ അത് കൂട്ടി 14 വരെയും കൊണ്ടുവരാം. അതിന് കൂടുതൽ എന്തായാലും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നാലും നമുക്ക് 1500 രൂപ കിട്ടുമെന്നേ. 14 രൂപയിൽ കൂട്ടി നമ്മൾ വാങ്ങിക്കാണ്ടിരുന്നാ മതിയെന്നേ. മനസ്സിലായ? ആ ശരി. അത് നമുക്ക് നോക്കി മയത്തിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വരാൻ പാടും. ആട്ടിൻകുട്ടികളൊക്കെ നല്ല ആട്ടിൻകുട്ടികളാണ്. അതെ അതെ. എത്ര നാളായി ഇവന് ഇതിന്റെ പുറകെ ഇറക്കണം. ഇതിലൊന്നും നടന്നാ മതിയായിരുന്നു. കണ്ടു വലുതുകൊണ്ടല്ലോ ഇവിടെ ആടിനെ എടുക്കാൻ വന്ന ആളാണ്. ഇയാളെന്താ പാത്ത് വെക്കണം? സമയം പോയി 3 മണിക്കൂറോളം അവിടെ പോയിരുന്നു നമ്മള്. അല്ല എന്തായി ആടിന് കിട്ടിയില്ലേ? തന്നെ ആ ചേച്ചി കണ്ടോ? താൻ എന്തിനു ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാൻ പോയത്? അത് ഞാൻ എന്തായെന്നുള്ളൊരു ആകാംക്ഷ. തന്നെ ആ ചേച്ചിക്ക് അറിയാവുന്ന അവരിപ്പോ ഞങ്ങള് തല്ലിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങളൊന്ന് ഓടി രക്ഷപ്പെട്ടു വരും അവിടുന്ന്. അതെ പിന്നെ കഷ്ടമാന്ന് പറഞ്ഞ ഞങ്ങളുടെ എത്ര സമയം പോയി. എന്ത് മെനക്കേടായി. നമ്മുടെ സമയം പോയില്ലേ? ഞങ്ങക്ക് തരാനുള്ള പൈസ ഇങ്ങോട്ട് തന്നിട്ട് നമ്മുടെ സമയം പോയി. കഷ്ടമാണല്ലേ അയാള് കാശ് തരുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ നിന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചോണ്ട് വരത്തില്ലേ? ഞങ്ങൾ അതിനല്ലേ ഇവിടെ പോയത്. പറഞ്ഞുറപ്പിച്ചതാ. നിങ്ങൾ തന്നെയാണ് അത് കളഞ്ഞത്. എന്ത് ചെയ്യുമെന്ന് പറ. ആ ചേച്ചി കസേര എടുത്തോണ്ട് ഓടി വന്നത് അല്ലാനായിട്ട്. എന്തൊക്കെ ചെയ്യാ? ഞങ്ങൾ ഇത്ര മണിക്കൂർ നിന്നാ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. നമ്മുടെ സമയമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് നിന്നത്. കഷ്ടമാന്ന് പറ മണ്ടാരങ്ങനായിട്ട്. ഇവിടെ പണിയില്ലാത്ത സമയത്ത് 10,500 രൂപ കിട്ടൂല എന്ന് പറഞ്ഞ് ഇറങ്ങി. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം. ഞാൻ എന്തായാലും മൊയ്തുഖാനൊന്ന് വിളിക്കട്ടെ. മൊയ്തുഖാനെ വിളിച്ചിട്ടേ സംസാരിക്കാം. എന്തേലും മേടിച്ചെടുക്കാം. നമുക്ക് എന്തേലും മേടിച്ചെടുക്കാം. എന്തേലും ഇച്ചിരി ചില്ലറ കിട്ടണ്ടല്ലേ? എനിക്കറിയാൻ വേണ്ടായാലും ഈ കറക്റ്റ് സമയത്ത് തന്നെ ഇവർ ഇങ്ങോട്ട് വരുന്നുള്ളത് എനിക്കറിയോ? അതെന്തിനാ ഇവിടെ മാറി നിന്നത്? വേറെ എവിടെയെങ്കിലും പോയി നിന്നൂടെ? മതിയായിരുന്നു, മാറി നിന്നാ മതിയായിരുന്നു. അവര് വന്നേച്ച് പല വഴക്കുണ്ടാക്കും. ഇങ്ങോട്ട് നിങ്ങൾ എന്ത് വിളിക്കണം ഞങ്ങള്. ഞാൻ വിളിക്കാം. ശരി, ഞാൻ വിളിക്കാട്ടാ. എന്തേലും കിട്ടാനേ മേടിച്ചു തരാം. പിന്നെ ഇവിടെ സമയം ഇത്ര പോയതല്ലേ? എന്തെങ്കിലും വാങ്ങിച്ചു തന്നോട്ടാ. അത് തരാം കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തേലും കിട്ടണം, എന്തേലും ഇച്ചിരി ചില്ലറ മേടിക്കാന്നുള്ള കണ്ടീഷൻ ആയിരുന്നേ. നടക്കാറുണ്ടെങ്കിൽ 1000 കാശ് എനിക്കും കിട്ടിയാനെ. അതാണ്